നമ്മുടെ നമ്മുടെ മീൻ ഇതാണ്ട് ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അടിപൊളി മണമാണ് കേട്ടോ, കൺട്രോളിൽ പോയിട്ട് പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ അനിയൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉമ്മാനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്തേക്കാം. അമ്മ ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയണം കേട്ടോ. എങ്ങോട്ട് സാധനം ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഇറച്ചിയല്ല ഈ മീനിൻ്റെ ഒരു ഇതില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നാഷ് വ്ലോഗ്സ്. നാഷണൽ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ നീണ്ടകരയാണ്. വീട്ടിൽ വെറുതെ പോസ്റ്റ് അടിച്ചിരുന്ന സമയത്ത് ഞാനും ബ്രദറുണ്ട്, ബ്രദറിൻ്റെ ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അങ്ങനെ ഫിഷിംഗ് റോഡ് കാര്യങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താണ്ടെ എത്തിയിരിക്കുന്നതാണ്ടെ നീണ്ടകര ഹാർബറിൻ്റെ കുറച്ച് ഇപ്പുറത്താണ്. താണ്ടെ ഇവിടെ ബോട്ട്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു ബോട്ട് താണ്ടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സൈഡിലോട്ടൊക്കെ നോക്കിയാണെങ്കിൽ പുലിമുട്ടിയാണ് കേട്ടോ. അങ്ങ് ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്നും മീൻ പിടിക്കാൻ പറ്റും. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അപാര വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് അവിടെ. ഏതാണ്ട് ഇവിടെ ഒരുപാട് ചേട്ടന്മാരിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അന്യായ വ്യൂ ആണ് കേട്ടോ, അന്യായ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. എൻ്റെ അനിയനുണ്ട്, അത് അനിയൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവിടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം അപാര വ്യൂസ് തന്നെയാണ് ഗൈസ്. നമുക്ക് എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഗൈസ്. നമ്മുടെ പയ്യന്മാർ തന്നെ ഇവിടെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായോ എന്തോ നോക്കട്ടെ. ഇതാണ് നമ്മുടെ മെയിൻ ഫിഷർമാൻ ശരത്ത്, അവനാണ് ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. ഇത് എൻ്റെ ബ്രദർ നിഹാസ്. അപ്പോൾ സ്റ്റിക്കൊക്കെ താണ്ടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പം എത്രയാണ്, 10 അടിയുടെ സ്റ്റിക്കാണല്ലേ? 12 അടിയുടെ സ്റ്റിക്കാണ്. അപ്പോൾ ഇവന്മാർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ ഒരു റോഡാണ് നമ്മുടെ കൊച്ചെ ഗിഫ്റ്റ് തന്നേക്കണം. അപ്പോൾ ഗിഫ്റ്റ് തന്നേക്കണം ഫസ്റ്റ് റോഡ് കൊണ്ടുള്ള ഫസ്റ്റ് മീൻ പിടുത്തം. ഒരു നെത്തോലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ക്രൗൺ 450 എന്ന് പറയുന്ന ഒരു റോഡാണ്. ഡീലക്സ് ലെങ്ത് വരുന്നത് 4.5 മീറ്റർ. കാസ്റ്റിംഗ് വെയിറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 80 to 150 ഗ്രാംസ് ആണ്. കാർബണിൻ്റെ സാധനമാണ്, പൊളി സാധനമാണ്. നമ്മളെ പുറം രാജ്യങ്ങളിലൊക്കെ യൂസ് ചെയ്യണ റോഡാണ്, നല്ല ഹെവി സാധനമാണ്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നത്. റീലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HE7000 എന്ന് പറയുന്ന റീലാണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ സ്ഥലത്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര നോട്ടുണ്ട്? ഇപ്പോൾ ഇതെന്താ സ്ഥലത്തെ ഈ സാധനത്തിൻ്റെ പേര് നീ പറഞ്ഞത്? സബിക്കി എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ചെമ്മീൻ്റെ അതിൻ്റെ ഒരു ആകൃതിയിലുള്ള സാധനമാണ്. ചെമ്മീൻ തന്നെ എന്ന് പറയാം, അതിൻ്റെ ഫൈബർ പ്ലാസ്റ്റിക് സാധനം. അപ്പോൾ ഇത് നമ്മൾ താണ്ടെ ഒരു ടങ്കൂസിനകത്ത് നമ്മൾ താണ്ടെ 1 2 3 5 എണ്ണം ഇട്ടിട്ടുണ്ട്. 5 എണ്ണം. പിന്നെ അതിൻ്റെ ഇവിടെ ഒരു ഹൂക്സ് വരുന്നുണ്ട്. ഇതെന്തിനാടാ? സിയലോ? അപ്പോൾ അത് തന്നെ, ആ സാധനം തന്നെ. വെയിറ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ. പിന്നെ താണ്ടെ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ താണ്ടെ ഒരു വെയിറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലോട്ട് താന്നു പോകത്തുള്ളൂ. അടിപൊളി. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള പുല്ലുകളപ്പോൾ കാണാനൊന്നും ഇല്ല കേട്ടോ. നല്ല സൂപ്പർ അടിപൊളി. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കൊച്ചിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സാധനം. ചൊറിയുമോന്നറിയില്ല. ഡോൾഫിൻ അടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഡോൾഫിൻ കിടന്ന് ചാടുന്നുണ്ട്. നേരത്തെ നല്ലപോലെ ചാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാർ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം രാവിലെ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത്. മീൻ പിടിച്ചിട്ട് വരുന്ന ബോട്ട്സും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബോട്ട് ഇതാ പോകുന്നുണ്ട്. നമ്മുടെ പയ്യന്മാർ കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇവിടുന്നുണ്ട്. മീൻ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറച്ച് പാറയൊക്കെ ഉണ്ട്. അപ്പോൾ പാറയുടെ മുകളിൽ ഇരിക്കുവാണ്. ഇവിടെ പയ്യന്മാർ തന്നെ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. നല്ല വെയിലാട്ടോ, നല്ല സൂപ്പർ വെയിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ വെയിൽ. ഇടയ്ക്കിടയ്ക്ക് വെയിൽ കുറച്ച് കുറയുന്നുണ്ട്, വീണ്ടും വെയിൽ വരുന്നുണ്ട്.
എന്തായാലും കട്ട പോസ്റ്റിംഗ് ആണ്. മീൻ പിടിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനെക്കൊണ്ട് നല്ല ക്ഷമ വേണം. അതേ കണക്ക് കുറച്ച് നല്ല എന്താ പറയുന്നത്, കടലറിയണം, കടലിൻ്റെ തിര അറിയണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് മീൻപിടുത്തത്തെക്കുറിച്ച്. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മീൻപിടുത്തം, മെയിനായിട്ട് വേണ്ടത് നമുക്ക് ക്ഷമയാണ്. അപ്പം ക്ഷമയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ഡോൾഫിനാണ്, ഡോൾഫിൻ തോട്ട് ചാടുന്നുണ്ടോ? ഒരു രക്ഷയില്ല. ഇന്ന് ഫുള്ള് ഡോൾഫിൻ്റെ ചാട്ടമാണ്. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാൻ പറ്റും നോക്കട്ടെ. കണ്ടാ എൻ്റെ മോനെ, അടിപൊളി. ഡോൾഫിൻ. ഇതുവരെ നമുക്കൊരു സാധനവും കിട്ടിയിട്ടില്ല. 2 ചൂണ്ടക്കാരന്മാർ താണ്ടിരിക്കുന്നുണ്ട്. ഒരുത്തൻ താണ്ടിരിക്കുന്നു, ഒരുത്തൻ തോണ്ടിരിക്കുന്നു. മിക്കവാറും സ്രാവിനെ പിടിക്കാനുള്ള മോനെ കിട്ടിയിടാ. എന്തുവാടത്? ഏതോ ഒരു സാധനം നോക്കട്ടെ. അത് കഴിക്കാൻ പറ്റുന്ന മീനാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്തോ ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. സാധനം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഒരു മീൻ പോലും ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൊള്ളത്തില്ല. പക്ഷേ കഴിക്കാനൊക്കെ യൂസ് ചെയ്യണ സാധനമല്ല, അതിനെ കൊണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് ചാടിയും പോയി. പക്ഷെ വീണ്ടും നമ്മൾ നമ്മുടെ പോസ്റ്റ് ഫിഷിങ്ങിനകത്ത് ക്ഷമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. ഒരു മീൻ പിടിച്ചായിരുന്നു, പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല നിങ്ങളെനിക്ക്. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചാടിപ്പോയി. വീണ്ടും ഞങ്ങൾ തന്നെ ഇവിടെ ക്ഷമയോടുകൂടി മേടിച്ച ചെമ്മീൻ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചൂണ്ടയിൽ കോർത്ത് കടലിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് താണ്ട ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഏത് സാധനം പിടിച്ച? കരിമീനോ? കല്ലേപ്പരുത്തി. താണ്ടേ രണ്ടാമത്തെ മീനാണ്. ഒരെണ്ണം നമ്മൾ ആദ്യമേ പിടിച്ചത് സാധനം ചാടിപ്പോയായിരുന്നു. താണ്ടേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കല്ലേപ്പരുത്തി. ഏകദേശം ഒരു കരിമീനെ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. കൊള്ളാം. ഇതിനെ കഴിക്കാൻ പറ്റുമോടാ? ഇതിനെ നമ്മളൊന്ന് പൊരിച്ച് വറുത്തടിക്കുന്നു. അപ്പോൾ എന്തായാലും ആണ്ടേ ഞാൻ കൊടുക്കുകയാണ്. അത് ഊരട്ടെ സാധനം പിടിച്ചു. വീണ്ടും ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ബോട്ട് വീണ്ടും താണ്ടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ടിലൊക്കെ അപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് പക്ഷേ കുറേ നാളുകൊണ്ട് വിചാരിച്ച സംഭവമാണ് ഈ കടലിൽ മീൻ പിടിക്കാൻ പോണ ആൾക്കാരുടെ കൂടെ ഒന്ന് പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, അതിനുള്ള ടൈം ഇപ്പോൾ കിട്ടുന്നില്ല. എന്നാലും നമ്മൾ എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഗായ്സ് വീണ്ടും അടുത്തൊരു മീനെ കൂടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ അടിപൊളി രസമുള്ളൊരു സാധനം. ഇത് ഏതാ? അല്ലല്ല, ഇത് നേരത്തെ പിടിച്ചത് വേറൊരു കളറായിരുന്നു. ആണ്ടെ വീണ്ടും നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു നേരത്തെ പിടിച്ച സെയിം മീനാണ് പറയുന്നത്, പക്ഷേ അറിയത്തില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ കളർ ആവുമെന്നാണ് പറയുന്നത്. എന്നാലും അടുത്തത് നമ്മൾ 3ാമത്തെ മീനും പിടിച്ചിട്ടുണ്ട് ഗായ്സ്. ഓ എൻ്റെ മോനെ പോയി. പിടിച്ചാ വീണ്ടും ഗായ്സ്, വീണ്ടും അടുത്ത സാധനം. അടുത്തത് സെയിം ഏകദേശം. ഇത് പല പല കളറാണ് കേട്ടോ. അടിപൊളി രസമുണ്ട് കേട്ടോ ഇതിനെ കാണാൻ. പൂനയാ? പൂല. അതാണ്ട് വീണ്ടും ഗായ്സ് അടിപൊളി ഒരു സൂപ്പർ സാധനം. അടിപൊളി മീനല്ലേ ഇത്? അതെ അടുത്ത 4ാമത്തെ മീനാണ്. ഒരെണ്ണം നമ്മൾ ചാടിപ്പോയി. ഇതാണ്ട് വീണ്ടും 4ാമത്തെ സാധനം. അപ്പം ഇതിനെയും നമ്മൾ അങ്ങോട്ടൊന്ന് കവറിലോട്ടായിക്കോട്ടെ. നമ്മുടെ ജിയോ മച്ചാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഫിഷിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിയോ മച്ചാന് കിട്ടിയ ഒരു മീനാണിത്. അന്ന് പറഞ്ഞു നല്ല രസമുണ്ട് കാണാനും, എല്ലാത്തിനും നല്ല രസമുള്ള ഭംഗിയുള്ളൊരു മീനാണിത്. അപ്പം അതിനെ ഒന്ന് റിലീസ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ശരത്തിൽ നിന്ന് 4 അതിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നീ ഏതായിരിക്കും? സ്രാവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. അടുത്തത് എന്തായാലും നമ്മൾ മീനെ മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും. അതിപ്പോൾ ചെറിയ മീനെന്നല്ല വലിയ മീനെന്നല്ല, നമുക്ക് ഏത് മീൻ കിട്ടിയെന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് നമുക്ക് വലിയ മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കാൻ പാടില്ല. നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങുക. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മീൻ കിട്ടിയെന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. അവിടെ അടുത്ത് വരണം ഗൈസ്. വീണ്ടും അടുത്തത് ഇത്. അയ്യോ, ഇത് നമ്മൾ ആദ്യം പിടിച്ചത് നമ്മുടെ ഹമൂറിൻ്റെ കുഞ്ഞാ. ഹമൂറിൻ്റെ കുഞ്ഞ് ഗൈസ്. ഹമൂറിൻ്റെ കുഞ്ഞനമോർ. ഇത് നമുക്ക് വേണ്ടല്ലേ? ഇത് ചെറുതാണ്, ചെറിയ മീനായതുകൊണ്ട് ഇത് വളർന്നിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ താണ്ടേ
റിലീസ് ചെയ്ത് വിടുവാണ്. നമ്മൾ വയറ്റിൻ്റെ ഉള്ളിലോട്ടല്ല, നമ്മൾ കടലിലോട്ട് തന്നെ റിലീസ് ചെയ്യുകയാണ്. അതെ, അവിടെ പോയി. ഗായ്സ് വീണ്ടും അടുത്തത് നിഹാസ് വീണ്ടും പിടിച്ചേക്കുവാണ്. മോനെ കുട്ട എടുക്കടാ, ഇങ്ങ് എടുക്കടാ. പൊളി ഗൈസ് അടുത്ത സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് കിട്ടാ മോനെ, കുട്ട ചാടല്ലേ ചേർത്തേ. എല്ലാം നമുക്ക് ഈ ടൈപ്പ് മീൻ തന്നെ ഉണ്ടോ ഇവിടെ. ഈ പാറേൻ്റെ ഒക്കെ അടുത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏകദേശം എല്ലാം കിട്ടുന്ന ഈ ടൈപ്പ് മീനാണ്. അപ്പം അതിനെ ഒന്ന് ഓക്കെ. നമ്മളപ്പോൾ ഏകദേശം നമ്മൾ മീൻ എന്താ പറയുക, ചവറയിലൊക്കെ മീനൊക്കെ നമ്മൾ പിടിച്ചു. പക്ഷേ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും കുറേ സമയം അപ്പോൾ കാറ്റ് വന്നപ്പോഴത്തേക്കും പിന്നെ നമുക്ക് അധികം പിടിക്കാൻ പറ്റിയില്ല. എന്നാലും നമുക്കൊരു 5-6 മീൻ കിട്ടി. കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പിടിച്ച മീൻ. ഇതിനകത്തുനിന്ന് നമ്മൾ 1-2 എണ്ണത്തിന് റിലീസ് ചെയ്തു. അത് ചെറുതായിരുന്നു. അതേപോലെ തന്നെ ഒരെണ്ണം നമ്മൾ ചാടിപ്പോയി. പിന്നെ അധികം കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം പിന്നെ അവിടെ നിന്ന് പിടിക്കാൻ പറ്റിയില്ല. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഏകദേശം നല്ല നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ഇത്രയും മീൻ കിട്ടി. അപ്പോൾ ഗായ്സ് നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ടുവന്ന മീനിനൊക്കെ നല്ല മസാലയൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല കുരുമുളകും മുളക് പൊടിയും പിന്നെ നല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ല ചതച്ച് തന്നെ മസാലയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി അങ്ങോട്ട് പൊരിക്കാൻ അങ്ങോട്ട് ഇടാൻ പോവാട്ടോ. അപ്പം മച്ചന്മാരെ നമ്മുടെ പാൻ ഇതാണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടന്മാരെ പിടിച്ചങ്ങോട്ട് ഇതിനകത്തിട്ട് നല്ല വറുത്തങ്ങോട്ട് എടുക്കാം. അതുകൊണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഇങ്ങനെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മീൻ അങ്ങോട്ട് ഇതാണ്ട് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ മീനങ്ങോട്ട് താണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മീഡിയം സ്ലോ ഫയറിൽ വെക്കുക കേട്ടോ. എങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് മീൻ ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോഴാണ്ട് ഇനി ഒന്നുകൂടി ഉണ്ട് വെക്കാൻ. അതുകൂടെ നമുക്കിവിടെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ ആ മീൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ആണ്ടേ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഒരു കറിവേപ്പിലേൻ്റെ ഉണ്ടല്ലോ, വേപ്പിലേൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആ ഒരു മീനിനകത്തോട്ട് പിടിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ആണ്ടേ ഇതൊന്ന് പതുക്കെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുവാണ്. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല നൈസ് സ്മെല്ലാണ്. നമ്മൾ ഓരോന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഏകദേശം മറ്റേ സൈഡ് ഫുള്ള് വെന്തിട്ടാണ്. ഏകദേശം നമ്മുടെ പരിപാടി എന്താണ് കണ്ടോള് പോകുന്നു കേട്ടോ. അമ്മാതിരി മണം. നമ്മുടെ മീൻ ഇതാണ്ട് ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി മണമാണ് കേട്ടോ. കൺട്രോളിൽ പോയിട്ട് പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ടേസ്റ്റിങ് ഒന്ന് ചെയ്യാം. ടേസ്റ്റ് നമ്മുടെ അനിയൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉമ്മാനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിക്കും. ഉമ്മ ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയണം കേട്ടോ. എങ്ങോട്ട് സാധനം സൂപ്പറാണ്. അപ്പം വേണ്ടേ ഫസ്റ്റ് ഇമ്പ്രഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഇറച്ചിയല്ല ഈ മീനിൻ്റെ ഒരു ഇതില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇതും കൂട്ടി എന്തായാലും ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ പോവാണ്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധനം പൊളി സാധനം. അപ്പം ഞങ്ങൾ എന്തായാലും ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ലാസ്റ്റിൻ്റെ മുള്ളു പോലെങ്കിൽ ബാക്കി ഉണ്ടായാൽ മതി. അപ്പം ഇതേപോലുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ബെല്ലൈക്കനോട് നിൽക്കി കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ബൈ.